ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് സിമ്പിൾ മേക്കപ്പ് ലുക്ക് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാൻ അതിനായിട്ട് ആദ്യം തന്നെ എടുക്കുന്നത് ഫേസ് സ്കാനറുടെ സ്ട്രോബ് ക്രീമാണ് കേട്ടോ. ഗോൾഡനാണ് എടുത്തിരിക്കുന്നത്. ഞാനിതാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ക്രീം ഇതാണ് കേട്ടോ. ഇതൊന്ന് കുറച്ച് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഇത് മാത്രം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇതും പിന്നെ കുറച്ച് പൗഡർ കൂടി ഇട്ട് കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു നല്ലൊരു ഗ്ലോയിങ് തോന്നും കേട്ടോ. നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും നമ്മുടെ ഫേസൊക്കെ. അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ പറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഫൗണ്ടേഷനാണ്. അത് ഫിറ്റ്മിയുടെ ആണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ഫേസിലോട്ട് അപ്ലൈ ചെയ്യില്ല. അതിന് പകരം മോയ്സ്ചറും കൂടി മിക്സ് ചെയ്തിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വേർത്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ ഫേസിലൊക്കെ ഭയങ്കരമായിട്ട് പാണ്ട് പിടിച്ച പോലെയൊക്കെ തോന്നാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഫേസിലൊക്കെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുന്നത്. പിന്നെ കുറച്ച് ഞാൻ നെക്കിലും അപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാൻ കൈകൊണ്ട് തന്നെയാണ് കേട്ടോ കൂടുതലും ഇങ്ങനെ ചെയ്യുന്നത്. ബ്രഷുള്ളവർക്ക് അതുകൊണ്ട് തന്നെ ചെയ്യാം. പിന്നെ ഈ വീഡിയോക്ക് ഞാൻ ഓൾറെഡി ഒരു വോയിസ് കൊടുത്തിരുന്നതാണ്. അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ വീട് പണി കാരണം ഭയങ്കരമായിട്ട് സൗണ്ട് എന്തോ പോലെ തോന്നി. അപ്പോൾ രണ്ടാമത് വോയിസ് ഇട്ടാണ്. ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യാം. അതിനായിട്ട് ഞാനൊരു ഗ്രേ കളറാണ് എടുത്തിരിക്കുന്നത്. ബ്ലാക്ക് കളറൊക്കെ തീർന്നു പുരട്ടി. ഇപ്പോൾ ഗ്രേ കളറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ തന്നെ ഡയറക്റ്റായിട്ട് നമ്മുടെ പിരിയം സ്റ്റാർട്ട് ചെയ്യുന്നിടത്തുനിന്ന് തുടങ്ങിയത്. അപ്പോൾ നമ്മുടെ ഈ ഒരു പോർഷനിൽ നല്ല ലൈറ്റായിട്ട് തന്നെ എഴുതാനായിട്ട് ശ്രമിക്കുക. പിന്നെ കുറച്ച് ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ തൂത്തുകളയുന്നത് എൻ്റെ കയ്യിൽ മസ്കാര ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്യുന്നത്. മസ്കാരോട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. പിന്നെ ഞാൻ ലിപ്സ്റ്റിക്ക് കൊണ്ട് തന്നെ നമ്മുടെ ഐ ഷാഡോ പോലെ ഇടുവാണ് കേട്ടോ കണ്ണിന് മേലെ. ഐ ഷാഡോ ഉണ്ട്, എന്നാലും എനിക്ക് ഈ ലിപ്സ്റ്റിക്ക് കൊണ്ട് ഇടുമ്പോഴാണ് കുറച്ചുകൂടി ഒരു രസമായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ കുറച്ച് ഞാൻ കവിളിലൊക്കെ ഇടുന്നുണ്ട്. പിന്നെ എൻ്റെ അമ്മ അവിടെ ഇവിടെയൊക്കെ മാറിയെന്നുകൊണ്ട് എന്നെ കളിയാക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നത്. ഇനി നമുക്ക് കണ്ണെഴുതാം. ഐബ്രോസ് എഴുതിയില്ലേ, അതേ ഐബ്രോ പ്ലേറ്റ് കൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ കണ്ണും എഴുതുന്നത്. പിന്നെ ഈ ക്യാമറയെ നോക്കി കണ്ണെഴുതുകൊണ്ട് എനിക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് എഴുതാൻ സാധിക്കുന്നില്ല. എന്നാലും ഞാൻ ജസ്റ്റ് ഇതൊക്കെ എഴുതുകയാണ് കേട്ടോ. പിന്നെ ഐബ്രോസിൽ എഴുതുമ്പോൾ മാത്രം നമ്മൾ ലൈറ്റായിട്ട് എടുത്താൽ മതി. പിന്നെ കണ്ണെഴുതാൻ നേരത്തെ ഇത്തിരി ഡാർക്കായിട്ട് തന്നെ എടുക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചുകൂടി നല്ലത്. പിന്നെ ഈ ബ്രഷ് എടുക്ക് കണ്ണിലോട്ട് പോകുന്നതുകൊണ്ട് എനിക്ക് കണ്ണ് പെട്ടെന്ന് ഇതാവുന്നുണ്ട്. അതാണ് ഈ കണ്ണെരിയണ പോലെ ആവുന്നത് എനിക്ക്. അപ്പോൾ കണ്ണൊക്കെ എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് ലിപ്സ്റ്റിക്കൊക്കെ ഇടാം കേട്ടോ. ഡാർക്ക് കളറിലെ ലിപ്സ്റ്റിക്കാണ്, ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ്. പിന്നെ ഓവറായിട്ട് എഴുതുന്നത് എനിക്കിഷ്ടമല്ല കേട്ടോ. ലൈറ്റായിട്ടാണ് ഞാൻ എഴുതുന്നത്. പിന്നെ ഇതിൽ ക്യാമറയിൽ ഇങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ ഇതിൻ്റെ ഷെയ്ഡ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇത് ശരിക്കും നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രൈഡേ ലുക്ക്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ കാണുന്നത്